അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാല വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ അൽബിർ എന്ത്, ആര് എന്നുള്ളതാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വഫിർ റിഖാബ് എന്ന അള്ളാഹുവിൻ്റെ മഹൽ പ്രയോഗമാണ് പഠനവിധേയമാക്കിയത്. അടിമ മോചനത്തിൻ്റെ വിഷയത്തിൽ സമ്പത്ത് വ്യയം ചെയ്യുന്ന പുണ്യാളനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി. പുണ്യാളന്മാരുടെ ഗണം അല്ലെങ്കിൽ പുണ്യ പ്രവൃത്തികളുടെ ഗണം സാക്ഷാൽ പുണ്യത്തിൻ്റെ പരമ്പര അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർത്തുമ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് വ അഖാമ സ്വലാത്ത വ ആത സക്കാ എന്ന വചനമാണ്. വ അഖാമ സ്വലാത്ത്, നിസ്കാരം യഥാവിധമാക്കുകയും യഥാക്രമം നിർവഹിക്കുകയും ചെയ്തവൻ. വ ആത സക്കാ, സക്കാത്ത് നൽകി വീട്ടുകയും ചെയ്തവൻ അവനാകുന്നു അൽബിർ. ഈ വാവ് വ അഖാമ സ്വല വ ആത സക്ക എന്നുള്ളിടത്തുള്ള വാവുൽ അത്ഫാണ്. അത് മടങ്ങുന്നത് വലാകിന്നൽ ബിർറ മൻ ആമന അവിടത്തേക്കാണ്. നമ്മൾ പറഞ്ഞു വലാകിന്നൽ ബിർ, യഥാർത്ഥ ബിർ, മൻ ആമന, വിശ്വസിച്ചവൻ്റെ ബിറാണ്. അപ്പോൾ വലാകിന്നൽ ബിർറ മൻ അഖാമ സ്വല, നിസ്കാരം യഥാവിധം നിർവഹിച്ചവൻ്റെ ബിറാണ് യഥാർത്ഥ ബിർ. അല്ലെങ്കിൽ വലാകിന്നൽ ബിർ, ബിർ എന്ന് പറഞ്ഞാൽ അൽബാർ എന്ന അർത്ഥത്തിൽ പുണ്യാളൻ ആരാണ്? മൻ ആമന, വിശ്വസിച്ചവനാണെന്ന് പറഞ്ഞില്ലേ. അതേപോലെ മൻ അഖാമ സ്വല, നിസ്കാരം യഥാവിധമാക്കിയവനാണ്. വ ആത സക്ക, സക്കാത്ത് നൽകി വീട്ടുകയും ചെയ്തവനാണ്. ഇവിടെ വ അഖാമ സ്വല വ ആത സക്ക, ഈ രണ്ട് പ്രയോഗങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ സലാത്തിൻ്റെ നിർവചനം അതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. സക്കാത്തിൻ്റെ നിർവചനവും നമ്മൾ പഠിച്ചു. സലാത്ത് എന്നുള്ളത് അർത്ഥമാക്കുന്നത് അദ്ദുആ, പ്രാർത്ഥനയാണ്. സക്കാത്ത് അർത്ഥമാക്കുന്നത് അനുമൂവ്, വളർച്ച, അല്ലെങ്കിൽ അസ്സലാഹ്, അല്ലെങ്കിൽ അത്തഹാറ, ശുദ്ധി. നമ്മൾ പഠിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ സലാത്ത് അർത്ഥമാക്കുന്നത് ദുആയിനെയാണ്. അതുകൊണ്ടാണ് വസല്ലി അലൈഹിം എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെ പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഭാഷാപരമായ ആ അർത്ഥം അതുതന്നെയാണ് സാങ്കേതികമായിട്ടും അത് തേടുന്നത്. നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവൃത്തികളും വാക്കുകളുമാണ് നിയ്യത്തോടു കൂടി അല്ലേ. നിസ്കാരത്തിൽ അതിൻ്റെ മജ്ജയും അതിൻ്റെ അസലും ദുആ ആണ്. അതേപോലെയാണ് സക്കാത്ത്. സക്കാത്ത് വളർച്ചയെയും പോഷിപ്പിനെയാണ് അറിയിക്കുന്നത്. നമ്മൾ സലാത്ത് എന്നാണ് എഴുതിയത്. ഇവിടെ ഉദ്ദേശം സലാഹ് എന്നാണ്. ഏതായാലും നുമു, സലാഹ്. സക്കാത്ത് നൽകുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, ഖുലുഖ്, അയാളുടെ സ്വഭാവം മേന്മ കൂടുന്നു, നന്നാകുന്നു. അതേപോലെ തന്നെ അയാളുടെ സവാബ്, പ്രതിഫലം നന്നാകുന്നു, അത് മഹനീയമാകുന്നു. അതേപോലെ തന്നെ സക്കാത്ത് നൽകുന്ന ആളുടെ സ്വത്ത്, മാൽ, അതിൽ പോഷിപ്പ് വരുന്നു. ആ പോഷിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വയർബു സദഖാത്ത് യംഹഖുല്ലാഹു റിബ, പലിശയെ അള്ളാഹു കെടുത്തും. വയർബു സദഖാത്ത്, സദഖാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പോഷിപ്പിക്കും, വളർത്തും എന്ന് പറഞ്ഞില്ലേ. ഹദീസിൽ കാണാം, ഒരു കാരക്ക സദഖ നൽകുന്നവൻ്റെ ആ കാരക്ക അള്ളാഹു വലത് കൈയിൽ സ്വീകരിക്കും എന്നാണ്. എന്നിട്ട് ഹദീസിൻ്റെ പ്രയോജനം കാണാം ഫൈ റബ്ബിഹി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വളർത്തും, ആ ഒരു കാരക്കയെ വളർത്തും. കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു, മതങ്ങൾ ചിത്രീകരിക്കാൻ, നിങ്ങളിൽ ഒരാൾ, അയാൾക്കൊരു കുതിരക്കുഞ്ഞുണ്ട് എങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെ ഓമനിച്ച് വളർത്തുമോ അതേപോലെ അള്ളാഹു സദഖയായി നൽകപ്പെട്ട ആ കാരക്കയെ സ്വർഗത്തിൽ അവനായി വളർത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ വളർച്ച എന്നാണ് സക്കാത്തിൻ്റെ പദാർത്ഥം. അതുതന്നെയാണ് സാങ്കേതികമായിട്ടും അതിൻ്റെ ഒരു ഉദ്ദേശം.
ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അയാളുടെ സ്വത്തിൽ വളർച്ചയാണ്, അയാളുടെ പ്രതിഫലത്തിൽ വളർച്ചയാണ്, അയാളുടെ സ്വഭാവത്തിൽ വളർച്ചയാണ്. സക്കാത്ത് നൽകുമ്പോൾ നമുക്ക് അഭിവൃദ്ധി പല നിലക്ക് വരുന്നു. അതുകൊണ്ടാണ് പിന്നെ സക്കാത്ത് എന്ന പേരതിന് വന്നത്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കി പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു വ്യക്തി, അയാൾക്ക് പരിമിതമായ ഒട്ടകമാണ് ഉണ്ടായിരുന്നത്. ഒരു വയസ്സ് തികഞ്ഞ ഒരു ഒട്ടകക്കുട്ടിയെ, തെബിയനെ അല്ലെങ്കിൽ ഒരു ബിന്ദു മഹാദിനെ സക്കാത്ത് നൽകാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തി. അപ്പോൾ അയാൾക്ക് 25 ഒട്ടകങ്ങളാണ് അന്നുണ്ടായിരുന്ന സമ്പാദ്യം. പക്ഷേ അയാൾ സക്കാത്ത് നൽകി, വളരെ ആത്മാർത്ഥമായി മുന്തിയത് സക്കാത്തായിട്ട് നൽകി. അയാൾ ബിന്ദു മഹാദിൽ ഒരു വയസ്സ് തികഞ്ഞ് 2-ാം വയസ്സിലേക്ക് പ്രവേശിച്ച ഒട്ടകത്തിൽ പരിമിതപ്പെടുത്തിയില്ല. പിന്നെ അയാൾ വലിയൊരു കൊഴുത്ത ഒട്ടകത്തെ തന്നെ അയാൾ സക്കാത്ത് കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു. തിരുവിയോഗ ശേഷം അയാളിൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്, 1500 ഒട്ടകമായിരുന്നു അയാൾക്ക് തിരുവിയോഗ ശേഷം സക്കാത്തായി വന്നത് എന്നാണ്. ഏതാനും വർഷങ്ങളെ പിന്നിട്ടുള്ളൂ ഈ 25 ഒട്ടകങ്ങൾ 1500 ഒട്ടകങ്ങളായി പോഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ അയാൾ 30 ഹുക്ക ഒട്ടകങ്ങളെ കൊടുത്തു എന്നാണ് സക്കാത്ത്. ഹുക്ക എന്ന് പറഞ്ഞെങ്കിൽ 3 വയസ്സ് തികഞ്ഞ് 4-ാം വയസ്സിലേക്ക് പ്രവേശിച്ച പെണ്ണൊട്ടകങ്ങൾ. അത് 30 സക്കാത്ത് കൊടുത്തു എന്നാണ്. അതിൻ്റെ കൂടെ ഒരു ഫഹലിനെയും ഇതിന് ഇണചേരാനുള്ള ഒരു കൂറ്റനെയും കൊടുത്തു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു, ഹദീസുകളിൽ വായിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, സക്കാത്ത് അത് കുറവ് വരുത്തുന്ന വിഷയമല്ല, പിന്നെയോ അത് കൂട്ടുന്ന വിഷയമാണ്. എന്തായാലും ഈ പദപ്രയോഗം, അതിൻ്റെ അർത്ഥം, ഇതൊക്കെ നമ്മൾ കുറേ വിഷയങ്ങൾ പഠിച്ചു പോയതാണ്.